ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്. ബാക്കി ഞാൻ പറയുന്നില്ല. നീ ഇങ്ങനത്തെ ആളാണല്ലേ. ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു. അങ്ങനെ ടൈപ്പാ, വലിയ സമയം പിടിക്കില്ല. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. മേലാലിന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ അന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പാക്കും. വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂ മോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. സംഘടനയിലെ താരലഹള പലവിധമാണ്. പണം തട്ടിപ്പിന്റെ പേരിൽ പ്രശ്നം, കുടുംബ കലഹം ഉണ്ടാക്കിയതിന്റെ പേരിൽ പ്രശ്നം, തെറി വിളിച്ചതിന്റെ പേരിൽ പ്രശ്നം, അവിഹിത ബന്ധത്തിന്റെ പേരിൽ പ്രശ്നം. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു. ആചാനെ ഒക്കെ ഒരു ജാതി അലവലാദികളാണ്, നീ അത് കാര്യാക്കണ്ട. എന്തിനേറെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ പോലും പ്രശ്നം. അതിന്റെ പേരിൽ DNA ടെസ്റ്റ് വരെ നടത്തണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം, അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഇവിടെ ഇതിനെ അംഗീകരിച്ചു കൊടുക്കുന്നത്, അനുവദിച്ചു കൊടുക്കുന്നത് ആശാസ്യമാണോ? ഇതിനെ എതിർക്കപ്പെടേണ്ടതല്ലേ? ഇത് തന്നെ മറ്റൊരു നടിയായ ഉഷാ ഹസീനയ്ക്കും ഉണ്ടായതായി അവർ പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. സ്ഥിരാണല്ലേ. നല്ല വിവരമുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു വിഡ്ഢി. ഇന്നിത് അൻസിബയ്ക്കും ഉഷയ്ക്കും എതിരെയാണ് ഉണ്ടായതെങ്കിൽ നാളെ ഇത് മറ്റൊരാൾക്കെതിരെയും ഉണ്ടാകില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. ചിലരൊക്കെ പറയുന്നു തീവ്രവാദി എന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന്. എന്നാൽ എന്നോട് ഇതിന്റെ ഒരു ഭാരവാഹി സ്ത്രീ സംസാരിച്ചപ്പോൾ അൻസിബയെ ഇതേ വാക്ക് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തിരുന്നു. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? കലാകാരന്മാരുടെ ഇത്തരം മനോഭാവവും പെരുമാറ്റവും സംസാരവും ഒക്കെ വലിയൊരു വിപത്തിലേക്കാണ് കലാ സാംസ്കാരിക രംഗത്തെ കൊണ്ടെത്തിക്കുക എന്നതോർക്കുക. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. ഇത്ര വലിയവരാണെങ്കിലും അവരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തുകയും കലാമേഖലകളിൽ നിന്നും ഒഴിവാക്കി നിർത്തേണ്ടതും അനിവാര്യമാണ്. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി. നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ.